നമ്മുടെ മനസ്സ് ദിവസവും ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ അവ ശ്രദ്ധിക്കാറില്ല. കാരണം അവ നിശബ്ദമായാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അയാളുടെ കോൾ വരുന്നു. മറ്റുള്ളവർ വേണ്ട എന്ന് പറഞ്ഞപ്പോഴും അത് ചെയ്യണമെന്ന് ഉള്ളിൽ നിന്നും ശക്തമായ ഒരു തോന്നൽ. അങ്ങനെ അതിൽ അവസാനം വിജയിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു താക്കോൽ കുറെ സമയമായി അന്വേഷിക്കുന്നു, എവിടെ തിരഞ്ഞിട്ടും കിട്ടുന്നില്ല. അങ്ങനെ തിരച്ചിൽ അവസാനിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിൽ അത് എവിടെ വെച്ചു എന്ന ഓർമ്മ വരുന്നു. നമ്മൾ മിക്കവാറും ഇവയെ പറയുന്നത് ഭാഗ്യം അല്ലെങ്കിൽ കോഇൻസിഡൻസ് എന്നെല്ലാമാണ്. എന്നാൽ പഠനങ്ങൾ കാണിക്കുന്നത് നമ്മുടെ മനസ്സ് നിരന്തരമായി ഷേപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. നമ്മൾ എങ്ങനെ ലോകത്തെ കാണുന്നു, അതിനെ വിലയിരുത്തുന്നു, അതിനോട് പ്രതികരിക്കുന്നു എന്നിവയെക്കുറിച്ചെല്ലാം. ഇന്ന് നമ്മൾ നമ്മുടെ മനസ്സിന്റെ ചില ഫാസിനേറ്റിംഗ് ആയ പ്രത്യേകതകളും ഈ മറിഞ്ഞിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിഞ്ഞ് എങ്ങനെ ഇന്റൻഷനലായി ബോധപൂർവം അവ ഉപയോഗിച്ച് കൂടുതൽ കോൺഫിഡൻസും മികച്ച തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവും വൈകാരിക കരുത്ത് ആർജിച്ചെടുത്ത് അങ്ങനെ പോസിറ്റീവായ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാമെന്നും നമ്മൾ കാണാൻ പോകുന്നു. ഇതുകൂടാതെ വീഡിയോയുടെ അവസാനത്തിൽ ഈ മറിഞ്ഞിരിക്കുന്ന കഴിവുകളെ ഉപയോഗപ്പെടുത്തുവാനുള്ള ലളിതമായ വഴികളും നമ്മൾ കാണുന്നതാണ്. നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ വിസ്മയങ്ങളിലൊന്ന് പറഞ്ഞാരംഭിക്കാം. നമ്മുടെ തലച്ചോറ് നമ്മെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കാൻ ശ്രമിക്കുന്നില്ല. മറിച്ച് അതിന് പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അത് നമ്മെ കാണിക്കാൻ ശ്രമിക്കുന്നത്. യുവർ മൈൻഡ് ഷോസ് യു എ ഫിൽറ്റേർഡ് റിയാലിറ്റി. നിങ്ങളൊരു നീല നിറത്തിലുള്ള സ്കൂട്ടർ വാങ്ങാൻ തീരുമാനിച്ചുവെന്ന് കരുതുക. പെട്ടെന്ന് നിങ്ങൾ നോക്കുന്നിടത്തെല്ലാം നീല സ്കൂട്ടറായിരിക്കും കാണാൻ ആരംഭിക്കുന്നത്. നീല നിറത്തിലുള്ള സ്കൂട്ടറുകൾ ഒറ്റ ദിവസം കൊണ്ട് കൂടിയതാണോ? അല്ല. നിങ്ങളുടെ തലച്ചോറ് മുൻപ് ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യത്തെ ശ്രദ്ധിക്കാൻ ആരംഭിച്ചുവെന്ന് മാത്രം. മനഃശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്നത് സെലക്റ്റീവ് അറ്റൻഷൻ എന്നാണ്. നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ ചുറ്റുമുള്ള വൻതോതിലുള്ള ഇൻഫോർമേഷനുകളെ ഫിൽട്ടർ ചെയ്യുന്നു, നിങ്ങൾ പ്രധാനപ്പെട്ടവയിൽ ശ്രദ്ധിക്കുന്നതിനായി. വൈകാരികമായും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ തന്നെ എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിശ്വസിച്ച് ഉണർന്നാൽ ആ വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യാനായി നമ്മുടെ മനസ്സ് തെളിവുകൾ ശേഖരിക്കാൻ ആരംഭിക്കുന്നു. ഇത് നമ്മുടെ മനസ്സ് നമ്മെ പറ്റിക്കുന്നതോ നുണ പറയുന്നതോ അല്ല. അത് അനുഭവങ്ങളെ പ്രാധാന്യമനുസരിച്ച് ഫിൽട്ടർ ചെയ്യുന്നുവെന്ന് മാത്രം. സ്വയം ചോദിക്കാം, നിങ്ങളുടെ ഏത് വിശ്വാസമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഫിൽട്ടറായി നിലകൊള്ളുന്നത്? നമ്മുടെ കണ്ണുകൾ മറ്റുള്ളവർ കാണുന്ന അതേ ലോകത്തെ കാണുന്നുവെങ്കിലും വേറിട്ട് നിൽക്കുന്നവ ഏതെന്ന് നമ്മുടെ മനസ്സ് തീരുമാനിക്കുന്നു. 2. നമ്മുടെ മനസ്സ് നമ്മൾ ആവർത്തിച്ചു പറയുന്നവ വിശ്വസിക്കുന്നു. യുവർ മൈൻഡ് ബിലീവ്സ് വാട്ട് യു റിപ്പീറ്റഡ്ലി ടെൽ ടു ഇറ്റ്. ഞാൻ പേര് ഓർത്തിരിക്കുന്നതിൽ വളരെ മോശമാണെന്ന് പറയുകയും പേരുകൾ വീണ്ടും വീണ്ടും മറന്നുപോവുകയും ചെയ്യുന്ന ആരെയെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയിലുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ആവർത്തിച്ചുള്ള അനുഭവങ്ങളും ചിന്തകളും നമ്മുടെ തലച്ചോറിനെ മാറ്റുന്നുവെന്നുള്ളതാണ്. ചിന്തകൾ അത്ഭുതകരമായി ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ തലച്ചോറിനെ റിവയർ ചെയ്യുന്നതല്ല, മറിച്ച് നിരന്തരമായ ആവർത്തനവും അതിനോട് ചേർന്നുള്ള പ്രവൃത്തിയും അനുഭവങ്ങളും ചില ന്യൂറൽ പാതകളെ കാലക്രമേണ ശക്തിപ്പെടുത്തുന്നതുകൊണ്ടാണ്. നമ്മുടെ തലച്ചോറിനെ ഒരു കാടായി സങ്കല്പിക്കാം. നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുന്ന പാതകൾ കൂടുതൽ വ്യക്തവും പിന്തുടരുവാൻ എളുപ്പവുമാകുന്നതുപോലെയാണ് നമ്മുടെ പല മെൻ്റൽ ഹാബിറ്റുകളും. നിങ്ങൾ സ്വയം സഹാനുഭൂതിയും ആരോഗ്യകരമായ ചിന്തകളും പരിശീലിച്ചാൽ പുതിയ പാതകൾ ശക്തമാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിന് ജീവിതകാലം മുഴുവനും പഠിക്കുവാൻ സാധിക്കുമെന്ന് അതിൻ്റെ ഒരു വിസ്മയമാണ്. 3. നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങളുടെ അനുഭവങ്ങളെ ബാധിക്കുമെന്നത്. യുവർ എക്സ്പെക്റ്റേഷൻസ് ഇൻഫ്ലുവൻസ് യുവർ എക്സ്പീരിയൻസ്. ഒരേ ഫാമിലി ഗ്യാതറിങ്ങിൽ പങ്കെടുത്ത 2 ആളുകളെ സങ്കല്പിക്കാം. 2 പേരും തങ്ങളുടെ അനുഭവങ്ങളെ വിവരിക്കുന്നത് 2 തരത്തിലായിരിക്കും. ഒരാൾ പറയാം, എന്നെ എല്ലാവരും അവഗണിച്ചു, എന്നാൽ വളരെ മനോഹരമായ ഒരു സന്ധ്യയായിരുന്നു എന്നായിരിക്കാം മറ്റേയാൾ ചിലപ്പോൾ പറയുന്നത്. ഗവേഷകർ വളരെയധികം പഠിച്ചൊരു പ്രതിഭാസമാണ് പ്ലാസിബോ ഇഫക്റ്റ്. ആളുകളുടെ പ്രതീക്ഷകൾ എങ്ങനെ രോഗലക്ഷണങ്ങളെ ബാധിക്കുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. ഇതിനർത്ഥം ചിന്തകൾക്ക് എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്താൻ സാധിക്കുമെന്നല്ല, മറിച്ച് തലച്ചോറും ശരീരവും പരസ്പരം ശക്തമായി ആശയവിനിമയം നടത്തുന്നു എന്നതാണ്. നമ്മുടെ പ്രതീക്ഷകൾ റിയാലിറ്റിയെ കൺട്രോൾ ചെയ്യുന്നില്ല, എന്നാൽ അവ അനുഭവിക്കുന്ന രീതിയെ ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷകളെ
ഒരു ക്യാമറയുടെ ലെൻസായി പരിഗണിക്കാം. ലോകം അവിടെ തന്നെയുണ്ട്. എന്നാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളെ ഈ ലെൻസ് മാറ്റുന്നു. 4. മനസ്സിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് അതിന് സുഖപ്പെടുത്തുവാനും വളരുവാനും സാധിക്കുമെന്നത്. യുവർ മൈൻഡ് ക്യാൻ ഹീൽ ആൻഡ് ഗ്രൂ. നമ്മുടെ മനസ്സ് ജീവിതകാലം മുഴുവനും ഒരുപോലെയല്ല. അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. നിങ്ങൾ 5 വർഷം മുൻപായിരുന്ന വ്യക്തിയല്ല ഇപ്പോൾ. നിങ്ങൾ പഠിച്ചു, പൊരുത്തപ്പെട്ടു. നിങ്ങൾ ഒരിക്കലും പുറത്തു വരില്ല എന്ന് കരുതിയ നിരാശകളിൽ നിന്നും നിങ്ങൾ റിക്കവറായി. അവയെ അതിജീവിച്ചു. നിങ്ങൾ സങ്കല്പിക്കുക പോലും ചെയ്യാതിരുന്ന പല കഴിവുകളും നിങ്ങൾ ആർജിച്ചെടുത്തു. ഹീലിംഗ് എന്നത് നിശബ്ദമാണ്. അത് ഉടനടി സംഭവിക്കുന്നതല്ല. കരുണയുള്ള ചിന്തകൾ, പ്രതികരിക്കുന്നതിനു പകരം ആഴത്തിലുള്ള ഒരു ശ്വാസം, ഹെൽത്തി ബൗണ്ടറികൾ, അങ്ങനെ ഒരു പുതിയ ശീലം വീതം വീണ്ടും വീണ്ടും പരിശീലിച്ച് അങ്ങനെ ഈ ചെറിയ നിമിഷങ്ങൾ പല നാളുകളായി ആവർത്തിച്ചപ്പോൾ അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ഇനി നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ ഉപയോഗപ്പെടുത്തുവാനുള്ള 3 സിമ്പിളായ പ്രാക്ടീസുകൾ നോക്കാം. 1. നോട്ടീസ് യുവർ മെൻ്റൽ ഫിൽറ്റർ. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞാൻ എന്ത് കഥയാണ് എന്നോട് തന്നെ പറയുന്നത്? ഇതിനെ മറ്റൊരു രീതിയിൽ കാണാൻ സാധിക്കുമോ? ഉദാഹരണമായി, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് ഒരു മെസ്സേജ് അയച്ചു. എന്നാൽ കുറേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മറുപടിയൊന്നും ഇല്ല. നിങ്ങളുടെ മനസ്സ് ഉടനെ പറയും, ചിലപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് പിണക്കത്തിലായിരിക്കാം. ഈ ഒരു കഥയെ സത്യമായി അംഗീകരിക്കുന്നതിന് പകരം ഒന്ന് പോസ് ചെയ്ത് സ്വയം ചോദിക്കാം, മറ്റെന്തെങ്കിലും സാധ്യതയുണ്ടോ? ചിലപ്പോൾ ഒരു പക്ഷേ ജോലി തിരക്കിലായിരിക്കാം, ഡ്രൈവ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് കാണാത്തതുമായിരിക്കാം. ചിലപ്പോൾ കഥയെ മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിലും മാറ്റം വരുന്നു. 2. ഫീഡ് യുവർ മൈൻഡ് ഇൻറ്റൻഷനലി. ദിവസവും കുറച്ചു മിനിറ്റുകളെങ്കിലും നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് യോജിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റുകളോ സംഭാഷണങ്ങളോ വിചിന്തനമോ തിരഞ്ഞെടുക്കുക. ഉദാഹരണമായി, സോഷ്യൽ മീഡിയയിലൂടെ രാവിലെ മുതൽ സ്ക്രോൾ ചെയ്യുകയോ സമ്മർദ്ദമുണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കുകയോ ചെയ്യുന്നതിന് പകരം ഇൻസ്പയറിംഗ് ആയ പുസ്തകം വായിക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ നിങ്ങളുടെ തന്നെ ചിന്തകളുമായി അല്പനേരം ഇരിക്കുകയോ ചെയ്യാം. 3. റിപ്പീറ്റ് 1 എംപവറിംഗ് സെൻറ്റൻസ് വിത്ത് ആക്ഷൻ. നിങ്ങളെ തന്നെ എംപവർ ചെയ്യുന്ന ഒരു വാക്യം തിരഞ്ഞെടുക്കാം. ഉദാഹരണമായി, എനിക്കിത് പഠിക്കുവാൻ സാധിക്കും, എനിക്ക് ഈ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന പോലെയുള്ളവ. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചുവടെടുക്കുക, ആക്ഷൻ എടുക്കുക. കാരണം എംപവറിംഗ് ആയ വാക്യം നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റുന്നു, എന്നാൽ ആക്ഷൻ തലച്ചോറിനെ വളർച്ച സാധ്യമാണ് എന്ന് പഠിപ്പിക്കുന്നു. സത്യത്തിൽ നമ്മുടെ മനസ്സ് എക്സ്ട്രാ ഓർഡിനറിയാണ്. അതിന് ജീവിതകാലം മുഴുവനും പഠിക്കുവാനും പൊരുത്തപ്പെടുവാനും മാറുവാനും കഴിയും. അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ ചിന്തകളാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന നമ്മുടെ തോന്നൽ മാറ്റാൻ കഴിയും. ചിലപ്പോഴൊക്കെ നിശബ്ദമായ ട്രാൻസ്ഫോർമേഷനാണ് ഏറ്റവും വലിയ മിറക്കിളായി നിലകൊള്ളുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ മനസ്സിനെ പുതിയൊരു രീതിയിൽ കാണുവാൻ സഹായിച്ചുവെങ്കിൽ മനസ്സിന്റെ ഏത് പ്രത്യേകതയാണ് നിങ്ങളെ അതിശയിപ്പിച്ചതെന്ന് കമന്റ്സിൽ പറയുവാൻ മറക്കില്ലല്ലോ. അടുത്ത വീഡിയോയിൽ നിങ്ങളെ ഉള്ളിലെ ശാന്തതയെയും ആത്മവിശ്വാസത്തെയും ആന്തരിക ശക്തിയെയും അനുഭവിക്കാൻ സഹായിക്കുന്ന ഒരു ഗൈഡഡ് മെഡിറ്റേഷനിലൂടെ ഞാൻ നിങ്ങളെ നയിക്കുന്നതാണ്. ഈ ഒരു മെഡിറ്റേഷനിൽ നിങ്ങളും ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഈ മാസം ജൂലൈ 26 തുടങ്ങുന്ന എൻ്റെ വർക്ക്ഷോപ്പിന്റെ കാര്യം മറക്കില്ലല്ലോ. അത് നിങ്ങളെ ദൈനംദിന ജീവിതത്തിലെ വൈകാരിക പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുവാൻ സഹായിക്കുന്ന വിധത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഈ വർക്ക്ഷോപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നന്ദി.